സെൻട്രൽ ബോർഡ് ഓഫ് സെക്കൻഡറി എഡ്യൂക്കേഷൻ CBSC റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻസിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോയുടെ അവസാനം നമ്മൾ കാണിക്കുന്നതാണ് എങ്ങനെ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യണം എന്നുള്ളത്. രജിസ്റ്റേർഡ് കാൻഡിഡേറ്റ് സൈനിങ് എന്നുള്ള പേജിലേക്ക് വരിക. സോ ഇതാണ് സൈൻ ഇൻ ചെയ്യാനുള്ള പേജ്. ഹലോ ഫ്രണ്ട്സ്, വിഫൈൻ ജോബ്സിന്റെ മറ്റൊരു ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോസ് കേന്ദ്ര സർക്കാരിന്റെ കീഴിൽ വരുന്ന സെൻട്രൽ ബോർഡ് ഓഫ് സെക്കൻഡറി എഡ്യൂക്കേഷൻ CBSC റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻസിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. ഓൺലൈനായിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത്. വിശദമായ ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോസിലേക്ക് കടക്കും മുന്നേ ഇതുപോലുള്ള ജോബ് നോട്ടിഫിക്കേഷൻസ്, റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ലഭിക്കുവാനായി നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സൂപ്രണ്ടന്റ്, ജൂനിയർ അസിസ്റ്റന്റ് എന്നീ പോസ്റ്റുകളിലേക്കാണ് ഇപ്പോൾ ഓൺലൈനായി അപേക്ഷിക്കാൻ പറ്റുന്നത്. സൂപ്രണ്ടന്റ് പേ ലെവൽ 6 ആണ് സാലറി സ്കെയിൽ വരുന്നത്. ജൂനിയർ അസിസ്റ്റന്റ് പേ ലെവൽ 2 ആണ് സാലറി സ്കെയിൽ വരുന്നത്. മാക്സിമം ഏജ് 30 ആണ്. ജൂനിയർ അസിസ്റ്റന്റ് ആണെന്നുണ്ടെങ്കിൽ 27 ആണ് വരുന്നത്. വേക്കൻസി വരുന്നത് സൂപ്രണ്ടന്റിന് 142 വേക്കൻസിയാണ് ടോട്ടലായി വരുന്നത്. ജൂനിയർ അസിസ്റ്റന്റിന് 70 വേക്കൻസികളാണ് ടോട്ടലായി വരുന്നത്. SC കാറ്റഗറിയിൽ സൂപ്രണ്ടന്റ് 21 ഒഴിവുകളുണ്ട്. ST കാറ്റഗറിയിൽ 10 ഒഴിവുകളും OBC കാറ്റഗറിയിൽ 38 ഒഴിവുകളും EWS 14 UR അൺറിസർവ്ഡ് കാറ്റഗറിയിൽ 51 ഒഴിവുകളോടുകൂടി ടോട്ടൽ 142 ഒഴിവുകളാണ് സൂപ്രണ്ടന്റ് പേ ലെവൽ 6 കാറ്റഗറിയിൽ ഒഴിവുകൾ വന്നിട്ടുള്ളത്. അതുകൂടാതെ ജൂനിയർ അസിസ്റ്റന്റ് ആണെന്നുണ്ടെങ്കിൽ SC കാറ്റഗറിയിൽ 9 ഒഴിവുകളും ST കാറ്റഗറിയിൽ 9 ഒഴിവുകളും OBCയിൽ 34, EWS 13, UR 5, ടോട്ടൽ 70 വേക്കൻസികളാണ് ജൂനിയർ അസിസ്റ്റന്റ് കാറ്റഗറിയിൽ വന്നിട്ടുള്ളത്. ഓൺലൈനായി രജിസ്ട്രേഷൻ ചെയ്യേണ്ടത് ജനുവരി 31 അവസാന ഡേറ്റ് ആയിട്ട് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യേണ്ടത്. ഓൺലൈൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 2-ാം തീയതി മുതൽ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഈ വീഡിയോയുടെ അവസാനം നമ്മൾ കാണിക്കുന്നതാണ് എങ്ങനെ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യണം എന്നുള്ളത്. റിസർവേഷനായിട്ട് SC, ST, OBC, NCL കാറ്റഗറി അല്ലെങ്കിൽ EWS, PWBD, ESM കാറ്റഗറിയിലുള്ളവർക്ക് റിസർവേഷൻ കാറ്റഗറി ആയിട്ട് വരുന്നുണ്ട്. OBC കാറ്റഗറിയിലാണെന്നുണ്ടെങ്കിൽ നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റ് എന്നിവ കാണിക്കേണ്ടതായിട്ടുണ്ട്. അടുത്തതായി ഏജ് റിലാക്സേഷൻ ആണ്. സോ ഏജ് റിലാക്സേഷന്റെ കേസിൽ SC, ST കാറ്റഗറിയിൽ വരുന്നവർക്ക് 5 വർഷത്തെ ഏജ് റിലാക്സേഷൻ തന്നിട്ടുണ്ട്. കൂടാതെ OBC, NCL സെൻട്രൽ ലിസ്റ്റിൽ വരുന്നവർക്ക് 3 വർഷത്തെയും, PWBD അൺറിസർവ്ഡ് ഇൻക്ലൂഡിംഗ് വുമൺസ് വരുന്നത് 10 വർഷവും, PWBD OBC NCL സെൻട്രൽ ലിസ്റ്റ് ഇൻക്ലൂഡിംഗ് വുമണിൽ വരുന്നത് 13 വർഷത്തെയും റിലാക്സേഷൻ വരുന്നുണ്ട്. കൂടാതെ PWBD SC ST ഇൻക്ലൂഡിംഗ് വുമൺസിന് 15 വർഷത്തെ റിലാക്സേഷൻ വരുന്നുണ്ട്. ഇതുകൂടാതെ വുമൺസിന് 10 വർഷത്തെയും ഏജ് റിലാക്സേഷൻ വരുന്നുണ്ട്. അടുത്തത് ക്വാളിഫിക്കേഷൻസിനെ കുറിച്ചാണ്. നമ്മുടെ സൂപ്രണ്ടന്റ് പോസ്റ്റിന് വരുന്ന എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഏതെങ്കിലും വിഷയത്തിലുള്ള ഡിഗ്രിയാണ്. അതായത് ഏതെങ്കിലും റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള ഡിഗ്രിയാണ് സൂപ്രണ്ടന്റിന്റെ ക്വാളിഫിക്കേഷൻ ആയിട്ട് വരുന്നത്. കൂടാതെ കമ്പ്യൂട്ടർ യൂസ് ചെയ്യാനുള്ള വർക്കിംഗ് നോളേജ്, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസ്, MS ഓഫീസ്, ഇന്റർനെറ്റ്, അങ്ങനത്തെ കമ്പ്യൂട്ടർ യൂസ് ചെയ്യാനുള്ള നോളേജ് ആണ് അഡീഷണൽ ആയിട്ട് വരുന്നത്. മാക്സിമം ഏജ് വരുന്നത് 30 ഇയർ ആണ്. ഏജ് റിലാക്സേഷൻ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്. കൂടാതെ റിക്രൂട്ട്മെന്റിന് വരുന്ന ഒരു ടയർ 1, ടയർ 2 എക്സാമിനേഷൻ വരുന്നുണ്ട്. ടയർ 1 വരുന്നത് MCQ ആണ്, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. നോട്ടിഫിക്കേഷൻസ് നമ്മുടെ ഡിസ്ക്രിപ്ഷനിലും അല്ലെങ്കിൽ നമ്മുടെ ചാറ്റ് ബോക്സിലും നമ്മൾ പിൻ ചെയ്യുന്നതാണ്. അഡീഷണൽ ആയിട്ട് വരുന്നതാണ് നമ്മുടെ ടൈപ്പിംഗ് സ്പീഡ്. അതായത് 35 വേർഡ് പെർ മിനിറ്റ്, അതായത് ഒരു മിനിറ്റിൽ 35 വാക്കുകൾ ഇംഗ്ലീഷിലോ അല്ലെങ്കിൽ ഹിന്ദിയിലോ ആണ് എന്ത് വരുന്നത്, ഒരു ടൈപ്പിംഗ് സ്പീഡ് ടെസ്റ്റ് വരുന്നുണ്ട്. ജൂനിയർ അസിസ്റ്റന്റ് എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ ആയിട്ട് വേണ്ടത് 12th ആണ്. കൂടാതെ ടൈപ്പിംഗ് സ്പീഡ് വരുന്നുണ്ട് 35 വേർഡ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു മിനിറ്റിൽ ഇംഗ്ലീഷോ അല്ലെങ്കിൽ ഹിന്ദിയിലോ കമ്പ്യൂട്ടറിൽ ടൈപ്പിംഗ് സ്പീഡ് ടെസ്റ്റ് ഉണ്ടാവുന്നതാണ്. +2 ക്വാളിഫിക്കേഷൻസിനെ ബേസ് ചെയ്തിട്ടുള്ള MCQ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ് മെത്തേഡ് ഓഫ് റിക്രൂട്ട്മെന്റ് ടയർ 1 ജൂനിയർ അസിസ്റ്റന്റിന്റെ കേസിൽ വരുന്നത്. കൂടാതെ എന്തും കൂടെ ഉണ്ടാവും, ടൈപ്പിംഗ് സ്പീഡ് ടെസ്റ്റ് ഉണ്ടാവും 35 വേർഡ് ഇംഗ്ലീഷിലും ഹിന്ദിയിലും. അടുത്തത് എക്സാമിനേഷൻ ഫീ ആണ്. എക്സാമിനേഷൻ ഫീ ആയിട്ട് വരുന്നത് അൺറിസർവ്ഡ് OBC
EWS കാറ്റഗറിയിൽ വരുന്നവർക്ക് ആപ്ലിക്കേഷൻ ഫീ ആയിട്ട് 800 രൂപയാണ് വരുന്നത്. ഈച്ച് പോസ്റ്റിനായിട്ടാണ് വരുന്നത്. SSC, ST, PWBD, എക്സ് സർവീസ്മെൻ, വുമൺ ഡിപ്പാർട്ട്മെന്റൽ കാൻഡിഡേറ്റ്സിന് തികച്ചും സൗജന്യമായിട്ട് തന്നെ ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇത് മോഡ് ഓഫ് പേയ്മെന്റ് ആണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഓൺലൈൻ മോഡായിട്ടാണ് വരുന്നത്. കാൻഡിഡേറ്റ്സിന് അവരുടെ ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡ് എന്നിവ മുഖേന അല്ലെങ്കിൽ ഇന്റർനെറ്റ് ബാങ്കിംഗ് മുഖേന നിങ്ങൾക്ക് ഓൺലൈനായിട്ട് പേയ്മെന്റ് അടക്കാവുന്നതാണ്. കൂടാതെ ഓൺലൈൻ പേയ്മെന്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ജനറേറ്റ് ചെയ്തിട്ടുള്ള ഈ റെസിപ്റ്റ് നമ്മൾ കീപ്പ് ചെയ്യേണ്ടതാണ്. അടുത്തതായി അപ്ലൈ ചെയ്യേണ്ടത് എങ്ങനെയാണെന്നുള്ളതാണ്. അപ്ലൈ ചെയ്യേണ്ടതിൻ്റെ വീഡിയോ നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ നമ്മുടെ വീഡിയോയുടെ അവസാനം കൊടുക്കുന്നതാണ്. അടുത്തതാണ് എക്സ്പെക്റ്റഡ് ലെവൽ ഓഫ് നോളജ്, അതായത് എക്സാമിനെ ബേസ് ചെയ്തിട്ടുള്ള നോളേജ് വരുന്നത്. സൂപ്രണ്ടൻ്റ് ആണെന്നുണ്ടെങ്കിൽ സീനിയർ സെക്കൻഡറി എക്സാമിനേഷൻ ലെവലിലുള്ളതായിരിക്കും ടയർ 1 വരുന്നത്. ടയർ 2 വരുന്നത് ഗ്രാജുവേഷൻ ലെവലിലുള്ള എക്സാമിനേഷൻ ആയിരിക്കും. ജൂനിയർ അസിസ്റ്റന്റ് ആണെന്നുണ്ടെങ്കിൽ ഒള്ളി ടയർ 1 +2 ലെവലിലുള്ള എക്സാം ആയിരിക്കും. അടുത്തതായി എക്സാമിനേഷൻ സെന്റർ ആണ്. നമ്മുടെ കേരളത്തിൽ തിരുവനന്തപുരം മാത്രമാണ് എക്സാമിനേഷൻ സെന്റർ ആയിട്ട് വരുന്നത്. കേരളത്തിലുള്ള ഉദ്യോഗാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. തിരുവനന്തപുരം ഡിസ്ട്രിക്റ്റിൽ മാത്രമാണ് എക്സാമിനേഷൻ സെന്റർ ആയിട്ട് വരുന്നത്. എക്സാമിനേഷൻ നടക്കുന്ന ദിവസം നിങ്ങൾ സബ്മിറ്റ് ചെയ്യേണ്ട ഡോക്യുമെന്റ്സിന്റെ ഡീറ്റെയിൽസിനെ കുറിച്ചാണ്. സോ ഫസ്റ്റ് വൺ ആയിട്ട് വേണ്ടത് അഡ്മിറ്റ് കാർഡിന്റെ ഡൗൺലോഡ് ചെയ്തിട്ടുള്ള ഒരു അഡ്മിറ്റ് കാർഡ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഉണ്ടായിരിക്കണം. നിങ്ങൾ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ അവിടെ അപ്ലോഡ് ചെയ്യുന്ന ഫോട്ടോയുടെ സെയിം പാസ്പോർട്ട് സൈസ് ഫോട്ടോ ആയിരിക്കണം നിങ്ങളുടെ കൈവശം ഉണ്ടായിരിക്കേണ്ടത്. അതുകൂടാതെ ഏതെങ്കിലും ഓതറൈസ്ഡ് ID പ്രൂഫ് മസ്റ്റായിട്ട് നിങ്ങൾ കീപ്പ് ചെയ്യണം. ഫോർ എക്സാമ്പിൾ പാൻ കാർഡ്, ഡ്രൈവിംഗ് ലൈസൻസ്, വോട്ടർ ID, പാസ്പോർട്ട്, ആധാർ കാർഡ്, ഇതിലേതെങ്കിലും ഒന്ന് നിങ്ങളുടെ കൈവശം ഉണ്ടായിരിക്കേണ്ടതാണ്. അതുകൂടാതെ PWBD അങ്ങനെ റിസർവ്ഡ് കാൻഡിഡേറ്റ്സ് ഉണ്ടെങ്കിൽ അത് ഓതറൈസ്ഡ് ആയിട്ടുള്ള എന്തുകൂടി കൊണ്ടുവരിക, സർട്ടിഫിക്കറ്റും കൂടി കൊണ്ടുവരേണ്ടതാണ്. സെൻട്രൽ ബോർഡ് ഓഫ് സെക്കൻഡറി എഡ്യൂക്കേഷൻ CBSE റിക്രൂട്ട്മെന്റിന്റെ ജോബ് നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഡെയിലി ഇതുപോലുള്ള ജോബ് നോട്ടിഫിക്കേഷൻസ് അല്ലെങ്കിൽ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കും. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻസ് വിശദമായി വായിച്ചതിന് ശേഷം തന്നിരിക്കുന്ന ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക, അതായത് cbsc.gov.in എന്നുള്ളത്. സോ അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സെൻട്രൽ ബോർഡ് ഓഫ് സെക്കൻഡറി എഡ്യൂക്കേഷൻസിന്റെ ഒരു വെബ്സൈറ്റിലോട്ടേക്കാണ് വരുന്നത്. അവിടെ നിന്ന് നിങ്ങൾക്ക് മെയിൻ വെബ്സൈറ്റിലോട്ടേക്ക് പോകാവുന്നതാണ്. ഇവിടെ മെയിൻ വെബ്സൈറ്റിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ലേറ്റസ്റ്റ് ന്യൂസ് ആൻഡ് നോട്ടിഫിക്കേഷൻസ്. ഇതിൽ തന്നെ ഫസ്റ്റ് കാണുന്നതാണ് നമ്മളുടെ CBSE റിക്രൂട്ട്മെന്റിന്റെ സൂപ്രണ്ടന്റും ജൂനിയർ അസിസ്റ്റന്റിന്റെ പോസ്റ്റിനെ കുറിച്ചുള്ള ലേറ്റസ്റ്റ് ജോബ് നോട്ടിഫിക്കേഷൻസ് നമുക്ക് കാണാവുന്നതാണ്. സോ ഇവിടെ നിന്ന് നിങ്ങൾക്ക് വേക്കൻസി നോട്ടിഫിക്കേഷൻസും ഡീറ്റെയിൽഡ് അഡ്വർടൈസ്മെന്റും ഡൗൺലോഡ് ചെയ്യാം. അതുകൂടാതെ തന്നെ ഇവിടെ ഒരു ക്ലിക്ക് ഹിയർ ടു അപ്ലൈ എന്നുള്ളൊരു ബട്ടൺ നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഇവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വേറൊരു പേജിലേക്ക് റീഡയറക്റ്റ് ചെയ്ത് പോകുന്നതാണ്. ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ രജിസ്റ്റേർഡ് കാൻഡിഡേറ്റ് സൈൻ ഇൻ എന്നും പറഞ്ഞ് കാണാം. അതുകൂടാതെ ഫ്രഷ് കാൻഡിഡേറ്റ് രജിസ്ട്രേഷൻസ് എന്നും ഉള്ള ഒരു സെക്ഷനും കാണാം. പുതുതായി രജിസ്ട്രേഷൻ ചെയ്യുന്ന കാൻഡിഡേറ്റ്സ് ഫ്രഷ് കാൻഡിഡേറ്റ്സ് രജിസ്ട്രേഷൻ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേറൊരു പേജിലേക്ക് വരുന്നതാണ്. സോ ഇവിടെ തന്നിരിക്കുന്ന ഇൻസ്ട്രക്ഷൻസ് എല്ലാം ക്ലിയർ ആയിട്ട് വായിച്ച് മനസ്സിലാക്കുക. ഈ ഇൻസ്ട്രക്ഷൻസ് എല്ലാം വായിച്ചതിന് ശേഷം ഐ എഗ്രി, ഐ ഡോണ്ട് എഗ്രി എന്നുള്ള 2 ബട്ടൺസ് നിങ്ങൾക്ക് കാണാം. സോ ഇവിടെ ഐ എഗ്രി എന്നുള്ള ബട്ടൺ എന്ത് ചെയ്യുക, സെലക്ട് ചെയ്യുക. സോ അടുത്തതായാണ് നിങ്ങൾക്ക് വരുന്നത് രജിസ്ട്രേഷൻ ഫോം. ഇവിടെ രജിസ്ട്രേഷൻ ഫോമിൽ കാൻഡിഡേറ്റ്സ് എന്ത് ചെയ്യുക, അവരുടെ നെയിം, പേഴ്സണൽ ഡീറ്റെയിൽസ് കൊടുക്കുക, കോൺടാക്ട് ഡീറ്റെയിൽസ് കൊടുക്കുക, ദെൻ സെക്യൂരിറ്റി പിൻ വെരിഫിക്കേഷൻ, അതായത് നമ്മുടെ ഈ ക്യാപ്ച ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. സബ്മിറ്റ് ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്ക് ഒരു സിസ്റ്റം ജനറേറ്റഡ് ആപ്ലിക്കേഷൻ ID ലഭിക്കുന്നതാണ്. സോ ഈ ആപ്ലിക്കേഷൻ ID നിങ്ങൾ കൊടുത്തിട്ടുള്ള പാസ്വേഡ് മുഖേനയാണ് നിങ്ങൾ എന്ത് അപ്ലൈ ചെയ്യേണ്ടത്, നമ്മുടെ CBSE സൂപ്രണ്ടന്റ് ജൂനിയർ അസിസ്റ്റന്റ് പോസ്റ്റിലേക്ക് ഓൺലൈനായി അപ്ലൈ ചെയ്യേണ്ടത്. അതിനായി നിങ്ങൾ രജിസ്റ്റേർഡ് കാൻഡിഡേറ്റ് സൈനിങ് എന്നുള്ള പേജിലേക്ക് വരിക. സോ ഇതാണ് സൈൻ ഇൻ ചെയ്യാനുള്ള പേജ്. ഇവിടെ നിന്ന് നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ നമ്പർ, അതായത് നേരത്തെ രജിസ്ട്രേഷൻ ചെയ്തപ്പോൾ കിട്ടിയ സിസ്റ്റം ജനറേറ്റഡ് ആപ്ലിക്കേഷൻ നമ്പർ, കൂടാതെ പാസ്വേഡ്, സെക്യൂരിറ്റി പിൻ എന്ന് പറയുന്നത് ക്യാപ്ചയാണ്. തന്നിരിക്കുന്ന ക്യാപ്ച കൊടുത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം,
സൈൻ ഇൻ ചെയ്ത് CBSE ജൂനിയർ അസിസ്റ്റന്റ് സൂപ്രണ്ടന്റ് പോസ്റ്റിലേക്ക് ഓൺലൈനായി അപ്ലൈ ചെയ്യാവുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.